ഇതാണ് സിമ്പിൾ ആയിട്ട് അതിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇനി നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. 4 ml അവിടെ കോൺസ്റ്റന്റ് ആയിട്ടുണ്ട്. അയാളുടെ വെയിറ്റ് എത്ര എന്ന് കണ്ടെത്തണം. എത്ര ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബോഡി സർഫസ് ഏരിയ എത്ര ബേൺ ആയി എന്നുള്ളതും കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു സംഖ്യ കിട്ടും, ഒരു നമ്പർ കിട്ടും. ഓക്കെ, അതാണ് അവർക്ക് 24 മണിക്കൂറത്തേക്ക് കൊടുക്കേണ്ട ഫ്ലൂയിഡിന്റെ അളവ്. അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ അതിനകത്ത് അറിഞ്ഞിരിക്കണം. നമ്മൾ അതിന്റെ ഒരു കൊടുക്കേണ്ട രീതി 24 hours കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. അതിന്റെ 50% പകുതി ആദ്യത്തെ 8 മണിക്കൂറിൽ തന്നെ പോകണം. മനസ്സിലാവുന്നുണ്ടോ? എത്രയും പെട്ടെന്ന് അല്ലേ? വലിയൊരു എമൗണ്ട് ഫ്ലൂയിഡ് ഷിഫ്റ്റ് ഉണ്ടായിട്ട് ഹൈപ്പോവോളിയമി ആയി നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് വെള്ളത്തിനെ തിരിച്ചെത്തിക്കുക ബ്ലഡിൽ. അതാണ് ഉദ്ദേശം. മനസ്സിലായി? ബാക്കിയുള്ള 50%, ബാക്കിയുള്ള 50%, ബാക്കി 16 മണിക്കൂർ, ശരിയല്ലേ? 8 മണിക്കൂർ കഴിഞ്ഞാൽ ബാക്കി 16 മണിക്കൂറല്ലേ 24 ബാക്കിയുള്ളത്. 24 മണിക്കൂറിൽ ആദ്യം